തന്മയസ്വാമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഗുരുകുലത്തിന് ഇതുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളും ഈ ലോകത്തിന് തന്നെ ഒരു തീരാ നഷ്ടമായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീരാത്ത സങ്കടത്തോടെയാണ് സ്മരിക്കുന്നത്. നാരായണ ഗുരുവിന് ശേഷം നടരാജ ഗുരു, അതിനുശേഷം നിത്യചൈതന്യയതി, അവരിൽ നിന്നും പിന്നീട് മുനി നാരായണ പ്രസാദ് ഗുരു, ത്യാഗീശ്വരൻ സ്വാമി, തന്മയസ്വാമി, ഇങ്ങനെ വരുന്ന ഗുരു പരമ്പരകളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ നാരായണ ഗുരുകുലം എന്ന ഈ കുടുംബത്തിൽ, ഈ ആത്മീയ കുടുംബത്തിൽ വന്ന് ഓരോ വർഷവും കൂടി പോകാറുള്ളത്. അവരുടെയൊക്കെ സാന്നിധ്യം, ആ ബ്രഹ്മത്തിൽ ലയിച്ചു എന്നറിയുമ്പോൾ നമുക്ക് നഷ്ടമായി പോകുന്ന, നേരിട്ട് കിട്ടുന്ന ആ അറിവുകൾ ഗ്രന്ഥങ്ങളിലൊക്കെ നിറച്ച് എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അവരിൽ നിന്ന് നേരിട്ട് ഗുരുക്കന്മാർ നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ ഉണ്ടാകുന്ന ആ ജ്ഞാനം അത് കൊണ്ടുപോയി ലോകത്തിന് പകർത്താൻ സാധിക്കാറുണ്ട്. ഏതാണ്ട് 6ഓളം പുരാണങ്ങൾ കൈകാര്യം ചെയ്യുന്ന യജ്ഞവേദിയിൽ പാരായണവും പ്രഭാഷണവും ചെയ്യുന്ന ഒരു ആചാര്യസ്ഥാനത്തിരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയും ഈ പുരാണങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അറിവ് നാരായണ ഗുരുവിൻ്റെ പരമ്പരയിൽ നിന്നും മുനി നാരായണ പ്രസാദ് ഗുരുവിലൂടെയും തന്മയസ്വാമിയിലൂടെയൊക്കെയുള്ള അറിവുകളാണ്. നാരായണ ഗുരുവിൻ്റെ കൃതികളെ വ്യാഖ്യാനം ചെയ്ത് ജനനി, നവരത്നമഞ്ജരി, ആത്മോപദേശ ശതകം, ശിവശതകം തുടങ്ങിയ ദ്വൈത ദീപിക, എണ്ണിയാലൊടുങ്ങാത്ത 64ഓളം കൃതികളെ ഇപ്പോൾ ജീവിച്ചിരുന്ന ഈ സമകാലിക ഗുരുക്കന്മാരിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുടുംബിനികളായ അല്ലെങ്കിൽ വീട്ടമ്മമാരായി ഇരുന്നു കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ എളുപ്പത്തിൽ സാധിക്കാറുണ്ട്. അതിനൊക്കെ ഒരുപാട് പ്രോത്സാഹനം തന്ന തന്മയസ്വാമിയുടെ ആ സാമീപ്യം ഇല്ലാതായത് ഒരിക്കലും ഒരു തീരാനഷ്ടമെന്നല്ലാതെ സ്മരിക്കാനേ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്ന് കണ്ടു. സ്വാമി മുനിഗുരു സമാധിയായിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ, 2 മാസം പോലും തികഞ്ഞിട്ടില്ല. അതിനുശേഷം ഗോപിദാസ് സ്വാമി പെട്ടെന്ന് അടുത്ത 1 മാസം പോലും തികയുന്നതിന് മുൻപ് തന്മയസ്വാമിയും ഇവിടുന്ന് സമാധി നാടു നീങ്ങിയിരിക്കുകയാണ്, ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ്. ആ കഴിഞ്ഞ മാസത്തിൽ വന്ന് കണ്ടപ്പോൾ അമ്മ ഈ അറിവുകളൊക്കെ ലോകത്തിൽ കൊണ്ടുപോയി പ്രചരിപ്പിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ആ പാദത്തിൽ നമസ്കരിച്ച് എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി. അവസാനമായി കിട്ടിയ അനുഭവം ഞാൻ ഈ ലോകത്തോട് പങ്കുവയ്ക്കുകയാണ്. ആ അനുഗ്രഹത്തിലൂടെ ആയിരിക്കും ഇനി എൻ്റെ ഓരോ വാക്കുകളും. തന്മയസ്വാമിയുടെ ആത്മാവിന് പ്രണാമങ്ങൾ അർപ്പിക്കാൻ ഞാൻ പോരാ എന്നറിവോടുകൂടി കോടി പ്രണാമങ്ങൾ ആ പാദത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. തന്മയസ്വാമിക്ക് വേണ്ടി പ്രണാമം.